വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് അൽക്കുർമേന് ഞങ്ങളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുനോക്കുക. ഞങ്ങൾ തായിഫ് അൽക്കുർമേന്നാണ് പോകുന്നത്. രാവിലെ ഏകദേശം ഒരു 3:30 മണി സമയത്താണ് യാത്ര തുടങ്ങുന്നത്. ഒരുപാട് പേരുണ്ട്. ബസ്സിലാണ് പോകുന്നത്. കുട്ടികളടക്കം ഏകദേശം ഒരു 10-60ഓളം ആളുകളുണ്ട്. യാമ്പു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടും യാമ്പു ബീച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ യാത്രയിലൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷീണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഒരേ വൈബുള്ള ആളുകളായതുകൊണ്ട് തന്നെ യാത്രയിൽ ഫുള്ള് എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ രാവിലെ പുലർച്ചെ ഒരു 3:30 സമയത്താണ് കേട്ടോ അൽക്കുർമേന്ന് പോരുന്നത്. എന്നിട്ട് ഇതാ ഇവിടെ എത്തുന്നത്, യാമ്പു ബീച്ചിലെത്തുന്നത് ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12 മണി 12:30 സമയത്താണ്. ഉച്ച സമയമാണെങ്കിൽ പോലും ഇവിടെ ഭയങ്കര നല്ല ക്ലൈമറ്റാണ്. ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നല്ല തണുത്ത കാറ്റുള്ള നല്ലൊരു ക്ലൈമറ്റായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഒരുപാട് തെങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ പാർക്കിൽ വെച്ച് കഴിക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഫുഡ് കഴിച്ചത്. എല്ലാ ദിവസവും ജോലി, അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾ എന്നും വീട്ടിലിരിക്കില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒന്ന് പുറത്ത് പോവുകയും അതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അതൊക്കെ ലൈഫിൽ വലിയൊരു കാര്യമാണ്. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഈ പാർക്കിൽ തന്നെ ചിലവഴിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു. നല്ല തണുത്ത കാറ്റും പിന്നെ ചൂടൊന്നുമില്ലാതെ. അപ്പം പിന്നെ ഇവിടെ ഫ്രഷ് ആവേണ്ടവർക്ക് ഫ്രഷ് ആവാനും ബാത്റൂം സൗകര്യങ്ങൾ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് യാമ്പു ബീച്ച്. ഒരുപാട് തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് പോയ ആ ഒരു ഫീലാണ്. ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ വാട്ടറാണ്. കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഒരു പ്രത്യേക ഒരു ബ്ലൂ കളറായിട്ട്. പിന്നെ ഒരുപാട് ആഴമില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. കളിക്കാനും സ്വിം ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി ബീച്ചാണ്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ഏകദേശം ഒരു 5 മണിയായപ്പോൾ യാമ്പു ഫ്ലവർ ഷോ കാണാൻ പോയി. ഈ ഒരു ഫ്ലവർ ഷോ നടക്കുന്ന ഏരിയ എത്തുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. റോഡിൻ്റെ 2 സൈഡുകളിലായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ വെച്ചിട്ട് അവർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റിന് റേറ്റ് വരുന്നത് ഒരാൾക്ക് 30 റിയാലാണ്. പിന്നെ 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന നെയിം ബോർഡിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 19,000-ഓളം റെഡ് റോസ് വെച്ചിട്ടാണ് ഈ നെയിം ബോർഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇതിന് ഉള്ളിലേക്ക് കയറി. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്പോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയ ചെറിയ ഷോപ്പുകൾ അതും ഉണ്ട്. പിന്നെ ഇതുപോലെ സ്റ്റിക്കിൽ നടക്കുന്ന ആളുകളൊക്കെ കണ്ടു. പിന്നെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസും പിന്നെ ഡാൻസ്, പാട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
ശരിക്കും ഇതിനുള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്നും കാണാൻ പറ്റും. ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു ഫ്ലവർ ഷോ കൂടിയാണ് കേട്ടോ യാമ്പൂരിൽ നടക്കുന്ന ഈ ഫ്ലവർ ഷോ. നിങ്ങൾ സൗദി അറേബ്യയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ വരാൻ പറ്റുന്ന ഡിസ്റ്റൻസിലൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. കാരണം അത്രക്കും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള ഡബിൾ ലെയർ ബസ്സൊക്കെ ഇതിനിടയിലൂടെ ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് കയറി ഇരുന്ന് ഇതൊക്കെ കണ്ടുപോകാം. പക്ഷെ അതിനൊക്കെ എക്സ്ട്രാ പേ ചെയ്യണം. ഇവിടെ പകലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ കാണാൻ പറ്റും. പിന്നെ രാത്രിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനിടയിലൊക്കെ ഒരുപാട് ലൈറ്റ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഓൺ ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി കൂടെ കാണാം. പകലിലെ കാഴ്ചയും രാത്രിയിലെ കാഴ്ചയും അത് രണ്ടും കാണേണ്ടത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഭയങ്കര ക്ലീനാണ്. എവിടെയും ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. അത്രക്കും ക്ലീനാണ് ഇവിടെ എല്ലാം. പിന്നെ ഇവിടെ ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ, ഒരുപാട് നടക്കാനുണ്ട്. പക്ഷേ ക്ലൈമറ്റൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ, നല്ല കാലാവസ്ഥ ആവുകൊണ്ട് തന്നെ നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പിന്നെ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ടോയ്ലറ്റ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫ്ലവറിനിടയിലൂടെ വൈറ്റ് കളർ മൊട്ട് പോലെ കാണുന്നതൊക്കെ ലൈറ്റാണ്. അപ്പോൾ ഒരു 5 മണി സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പകലിലെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. പിന്നെ രാത്രി ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം ആ ഒരു ഭംഗി കാണാൻ പറ്റും. പിന്നെ ഇവിടെ രാത്രിയിൽ ഒരുപാട് ഷോകളൊക്കെ ഉണ്ട് കേട്ടോ. പാട്ടും ഡാൻസും അതുപോലെ മാജിക് ഷോകളും പിന്നെ വെടിക്കെട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലൂടെ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലിരുന്നിട്ട് ഫുള്ള് കാഴ്ചകൾ കാണാം. അവർ ഫുള്ള് ചുറ്റി കാണിച്ചു തരും. പക്ഷെ അതിനൊക്കെ പ്രത്യേക ചാർജ് കൊടുക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇതുപോലുള്ള കോഫി ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിലും കുറച്ച് നേരം ഇരിക്കണമെങ്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഇതുപോലെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ലൈറ്റാണ്.
പിന്നെ ഈ ഒരു ഏരിയ ഇത് കുറച്ച് ഹൈറ്റിലുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണാൻ പറ്റും. ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, കാരണം ഇത് മൊത്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റികളും പിന്നെ അവർക്ക് കളിക്കാനുള്ള കുറേ ഏരിയാസൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ഭയങ്കര ചാർജാണത്. ടിക്കറ്റിന് കുറവാണെങ്കിലും പക്ഷേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഭാഗത്തിന് ഭയങ്കര ചാർജാണ് ഇവിടെ. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടുന്ന് ചെടികൾ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇവിടെയുള്ള എല്ലാ പൂക്കള തൈകളും അതുപോലെ വിത്തുകളും എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഈ പപ്പായ അതുപോലെ മുരിങ്ങ അങ്ങനത്തെ ഒരുപാട് തൈകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം വിത്തുകളും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോഴും ഇതുപോലെ പറയുമ്പോഴും എത്രത്തോളം ഭംഗി കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ചയാണ്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ നമുക്ക് വിത്തുകൾ മേടിക്കാൻ കിട്ടുന്നത്. പിന്നെ ചില ഭാഗങ്ങളിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചില ഭാഗങ്ങളിൽ ചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ ചില ഭാഗങ്ങളിൽ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ദാ ഇവിടെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആ ഒരു ഭംഗി കൂടി ഇനി ഇതിലൂടെ കാണാം. ഇതൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കാൻ പറ്റിയ ചെറിയ ഷോപ്പുകളാണ്. പിന്നെ ഈ കാണുന്ന ഏരിയ ഫുള്ളായിട്ട് കുട്ടികൾക്കുള്ള ഒരു ഭാഗമാണ്. അവർക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ഗെയിമുകളും അതുപോലെ പാർക്കും അങ്ങനെയെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു ഭാഗം കുട്ടികളുടെ പ്ലേ സെക്ഷനാണ്. ഇതിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം. ഭയങ്കര ചാർജാണ്. പുറത്ത് കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ലെങ്കിലും പക്ഷേ ഇതുപോലുള്ള ഇതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ചാർജാണ്. പിന്നെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത, ഇവർ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇവിടുത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല സന്തോഷമാവും. കാരണം അവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ കോഫി ഷോപ്പ്, ഐസ്ക്രീം, കോട്ടൺ കാൻഡി അങ്ങനത്തെ എല്ലാം ഇവിടുന്ന് കിട്ടും.
പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തട്ടോ. അപ്പോൾ അതിനൊക്കെ വേറെ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു മാജിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു ആ ഷോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടു. سهل يا امور. تحيه لامور هذه مشاركه معك. تحيه هاي مبسوط الله الله. പിന്നെ ഇതൊരു ഗെയിമിൻ്റെ ഏരിയയാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമും പിന്നെ മുതിർന്നവർക്ക് കളിക്കാൻ പറ്റിയ നമുക്കൊക്കെ കളിക്കാൻ പറ്റിയ ഗെയിമും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഗെയിമും ഇവിടെ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് വന്ന് വിസിറ്റ് ചെയ്യാം. കാരണം ഒരിക്കലും നഷ്ടമാവില്ല. അത്രക്കും കാണാൻ കാഴ്ചകളുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ പോയ അന്ന് രാത്രി ഇതുപോലെയുള്ള വെടിക്കെട്ടൊക്കെ കണ്ടു. പിന്നെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഈ വെടിക്കെട്ടൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളും ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.